ഒരു നേർത്ത പുഞ്ചിരിയോടെ ഓരോ ദിവസവും തുടങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ചിരിച്ചതുകൊണ്ട് മാത്രം തുടങ്ങിയ ഒരുപാട് ബന്ധങ്ങളുണ്ട് നമുക്ക്. ഒരു പക്ഷേ ശത്രുവാണെങ്കിൽ പോലും മുന്നിൽ വന്നൊന്ന് ചിരിച്ചാൽ തീരാവുന്ന ശത്രുതയെ കാണൂ പലർക്കും. ഏതു മാനസിക സംഘർഷവും മുട്ടുമടക്കുമെന്നത് വാസ്തവം എന്ന് കരുതി എല്ലാ ചിരിയും കണ്ണുമടച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവരുമുണ്ട്. ഒരിക്കലൊരു കുട്ടി സ്കൂളിലേക്ക് വൈകി ചെല്ലുകയാണ്. ഇതുവരെ ഒരിക്കൽ പോലും വൈകാത്ത അവൻ അന്ന് ആദ്യമായി വൈകി. ഓരോ സ്കൂളിലും ഓരോ വില്ലൻ അധ്യാപകനുണ്ടാകുമല്ലേ. അവൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആ അധ്യാപകനെയാണ്. വൈകി വരുന്നവർക്കുള്ള നല്ല സമ്മാനവും കൊടുക്കുന്നുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും അവനും ആ അധ്യാപകൻ്റെ മുന്നിലെത്തി. എന്തേ വൈകിയെന്ന് ചോദിച്ച് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അധ്യാപകൻ അടിച്ചു. 2 അടി അടിച്ച ശേഷം അധ്യാപകൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അധ്യാപകൻ വീണ്ടും അടിച്ചു. വീണ്ടും മുഖത്ത് നോക്കി വീണ്ടും അടിച്ചു. അടി കൊണ്ട് അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ പരിഹസിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് അധ്യാപകൻ അവനെ വീണ്ടും വീണ്ടും അടിച്ചത്. പക്ഷേ അധ്യാപകൻ അവൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് കരയുന്ന അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ കാര്യത്തിലും എപ്പോഴും ചിരിക്കുന്ന അവൻ കരയുന്നതും ചിരിച്ചുകൊണ്ടാണ്. അധ്യാപകന് ചെറിയൊരു വിഷമം തോന്നി. തലോടിക്കൊണ്ട് അവനെ വിട്ടയച്ചു. ക്ലാസ്സിൽ കയറുന്ന അവൻ ഷർട്ടെല്ലാം ശരിയാക്കി, വസ്ത്രം ശരിയാക്കി ചിരിച്ചുകൊണ്ട് തന്നെ അവൻ വീണ്ടും ക്ലാസ്സിലേക്ക് നടന്നു. എപ്പോഴും എല്ലായിടത്തും ചിരിക്കരുത് എന്ന തിരിച്ചറിവും ലഭിച്ചു. എന്നിരുന്നാലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഒരാൾക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആരുടെ മുന്നിലും പുഞ്ചിരിയുടെ മാസ്മരികത കൊണ്ട് തളച്ചിടാവുന്നതേ ഉള്ളൂ. എത്ര തന്നെ ദുഃഖമുണ്ടായാലും ഒരു പുഞ്ചിരിക്ക് പിന്നിൽ അതിനെ ഒളിപ്പിക്കാൻ കഴിയുന്ന മായാജാലം ഒന്ന് ആലോചിച്ചാൽ അത്ഭുതം തന്നെയാണ്. ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളെ പുഞ്ചിരിയുടെ പ്രകാശത്താൽ ശോഭമാക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ വിജയം മറ്റെന്തുണ്ട്? പുഞ്ചിരി തരുന്ന ഊർജം മറ്റൊന്നിനും തരാൻ കഴിയാത്തതാണ്. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരോട് നമുക്ക് ഇത്രമാത്രം സ്നേഹം തോന്നാൻ കാരണം അവരുടെ ആ ചിരിയല്ലേ? ഇനി ചിരിക്കുന്നവരോടാണ്. ചിലർ ചിരിക്കുമ്പോൾ അവരുടെ പല്ലുകൾ പുറത്തു കാണിക്കുന്നത് വസ്ത്രമില്ലാതെ നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നാറ് എന്ന് ചിന്തിച്ചു പോകും. അത്രയേറെ കഷ്ടപ്പെട്ട് അവരുടെ പല്ലുകൾ കാണാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇത്രയേറെ മനോഹരമായ ചിരിയെ വികൃതമായ മറ്റെന്തോ ആക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. പല്ലുകൾ കാണിച്ച് തുറന്ന് ചിരിക്കാൻ നമുക്ക് പഠിക്കാം. നമുക്ക് ചുറ്റും കാണുന്ന ഏറ്റവും മനോഹരമായി ചിരിക്കുന്നവരെല്ലാം ചിരിയുടെ കാര്യത്തിൽ ഏറെ എക്സ്പേർട്ടാണെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നല്ല ചിരികൾ സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.